വൈകുന്നേരം ഞങ്ങൾക്ക് കഴിക്കാൻ ഇതാ ബ്രെഡ് ഉണ്ട്, ബിസ്ക്കറ്റാണ്, നല്ല നട്ട്സൊക്കെ ഉള്ള ബിസ്ക്കറ്റാണ്. പിന്നെ ഇതാ ക്രീം ബിസ്ക്കറ്റ്, കൂടെ നല്ല കട്ടൻ ചായ, പിന്നെ കടലമിഠായി ഉണ്ട് കേട്ടോ. ഈ മേശപ്പുറത്ത് നിറച്ചും ഇവരുടെ ഓരോ സാധനങ്ങൾ, തിന്നാനുള്ള സാധനങ്ങളൊക്കെയാണ്. ഇതെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് വേണം ഒന്നൊന്ന് അടിച്ചു വാരാനായിട്ട്. ഉണ്ണിക്കുട്ട ഭയങ്കര കുസൃതിയായിട്ടിരിക്കുക കേട്ടോ. വാവച്ചിയുടെ തലയിൽ കയറാത്ത ഭാഗ്യം. അപ്പം പുറത്ത് നല്ല അടിപൊളി മഴ എന്ന് പറഞ്ഞാൽ നല്ല സൂപ്പർ മഴയാണ് കേട്ടോ. മഴയത്ത് ഇതാ ഒരാൾ തുണിയൊക്കെ കഴുകിയിട്ടേക്കണാണേ. ചേട്ടയുടെ മുണ്ട് കഴുകിയിട്ടതാണ് കേട്ടോ. അവിടെ കിടന്ന് ഉണങ്ങിക്കോളെന്നും പറഞ്ഞിട്ട് ഇട്ടതാണ്. ഇതുവരെ ആ മുണ്ട് എടുത്തില്ല. അപ്പോൾ അവിടെ തന്നെ മഴ നനഞ്ഞ് കിടക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ തന്നെ ഇട്ടു കേട്ടോ. പിന്നെ മഴയത്ത് വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇന്ന് ചെറിയ ടിപ്സ് അങ്ങനത്തെ ചെറിയ വീഡിയോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചു. പക്ഷെ ഒന്നും സാധിച്ചില്ല കേട്ടോ. മഴ അങ്ങ് മാറുന്നില്ല. ഉച്ചയ്ക്ക് 1 മണി തൊട്ട് നല്ല അടിപൊളി മഴയായിരുന്നേ. അപ്പോൾ കുഞ്ഞാറ്റി ഇതാ കൊടയൊക്കെ ചൂടി മഴയത്തൂടെ നടക്കാനുള്ള ഒരു പോക്കാന്ന് തോന്നുന്നു. കുഞ്ഞിങ്ങ വന്നേ. കുഞ്ഞ് പോയാൽ പിന്നെ ഉണ്ണിക്കുട്ടൻ എന്തായാലും ഇവിടെ ഇരിക്കില്ല കേട്ടോ. അവനും കൊടയെടുത്ത് അങ്ങ് ഇറങ്ങും. അതുകൊണ്ട് ഞാൻ ഉണ്ണിക്കുട്ടനെ മുറക്കെ പിടിച്ചു വെച്ചേക്കാണ്. കുഞ്ഞിനാ ടോം പോകുന്ന പോലെ പോകുന്ന കണ്ടില്ലേ? അയ്യോ, ഇങ്ങോട്ട് വന്നേ. അപ്പം നിങ്ങളുടെ നാട്ടിലേക്ക് എങ്ങനെയുണ്ട്, മഴയാണോ എന്നൊക്കെ പറയണം കേട്ടോ. ഇങ്ങോട്ട് നല്ല മഴയാണ്. മഴയോ മഴ. നമ്മുടെ അഴ നിറച്ചും തുണികളാട്ടോ. തുണിയുടെ വീഡിയോസ് എടുക്കുന്നില്ല. ഒരുപാട് തുണികളുണ്ട്. നിങ്ങൾക്ക് തന്നെ അരിശം വരും. അതുപോലെ തുണികളാണ് വിരിച്ചിട്ടേക്കണേ. വെയിലില്ലേന് എന്ത് ചെയ്യും? അപ്പൊ ഇന്ന് വാവച്ചിയുടെ ഒരു കുഞ്ഞു പാട്ടൊക്കെ ഉണ്ട് കേട്ടോ. ലൈവ് ഒന്നുമില്ല. അപ്പൊ കുഞ്ഞാവയുടെ ചെറിയ പാട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഇന്നത്തെ വീഡിയോ അങ്ങോട്ട് പോയേക്കാം അല്ലേ? വാവച്ചി ഇങ്ങ് വന്നേ. വാവച്ചിക്ക് പണ്ട് വീഡിയോസിലൊക്കെ നല്ലതായിട്ട് വീഡിയോസിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. ഇപ്പൊ 2 പേർക്കും മടിയാണ് വീഡിയോയിലോട്ട് വരാനായിട്ട്. അപ്പം എൻ്റെ കൂട്ടുകാരൊക്കെ അന്വേഷിക്കാറുണ്ട്. കുഞ്ഞാവയുടെയും കുഞ്ഞാറ്റിൻ്റെ ഉണ്ണിക്കൂട്ടൻ്റെ കാര്യമൊക്കെ എൻ്റെ കൂട്ടുകാർ അന്വേഷിക്കാറുണ്ട്. ഉണ്ണിക്കൂട്ടൻ പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ വരും. ഇവളുമാരും വരികയില്ല കേട്ടോ. അമ്മ തന്നെ വീഡിയോ എടുത്ത് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഞങ്ങൾക്ക് അത് ചെയ്യാനുണ്ട്, ഇത് ചെയ്യാനുണ്ടെന്നൊക്കെ പറയും. പാവമോളെ ഒരു പാട്ടങ്ങ് പാടിച്ച് നമ്മുടെ കൂട്ടുകാരൊന്ന് ഉഷാറൊന്നാക്കിക്കേ. നമുക്കൊന്ന് അകത്ത് കയറിപ്പോവാം. അകത്ത് പാടാം. ഇപ്പം മഴയല്ലേ, മഴയും ശബ്ദമൊക്കെ ആയിട്ട് നമുക്ക് അകത്ത് കയറിപ്പോട്ടെ. പാട്ട് മൊത്തം പാടാം. പാട്ടങ്ങ് തുടങ്ങിക്കോ. അഴകെ ആടിക്കണ്ടാലെ തഴുകും അമ്പിളി കുഞ്ഞോളെ അരികിൽ ചേർന്നിരിക്കൂരേ നിലവേ വെറുതെ ആടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടഞ്ഞോട്ടെ മഴവിൽ ചന്തമേ എന്നുവൻ സ്വന്തമേ കിളി തത്തക്കിളി കൊഞ്ചിപ്പാടുന്നേ കൂട്ടിലെത്തു കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലൊളിക്കും നാണമെന്താണ് പുളരെ മുത്തിപ്പുണർന്നലിയാ. നല്ല പാട്ട്. ബാക്കി കൂടെ പാട് കേക്കട്ടെ. ബാക്കി കൂടെ പാട്. എന്തൊരു ഫോമാപ്പാ. പാടേ ഉണ്ണി. അവിടെ എന്നാ ഒച്ചപ്പാടും ബഹളോ? ഉണ്ണീച്ചേ മിണ്ടായിരുന്നു ചേച്ചി പാട്ട് പാടട്ടെ. എന്നാ ഉണ്ണീസ് ഒരു കുഞ്ഞു പാട്ട് പാടിക്കേ. കളറുടെ ഇടുന്ന എല്ലുമിനാട്ടി സൂപ്പർ ഫോട്ടോ ആണല്ലോ. അടിപൊളി അടിപൊളി അടിപൊളി. എന്നാ മാളികപ്പുറം ഒരു പാട്ട് പാടിക്കേ.
മൊത്തം പാടിക്കോ. മൈക്കാട്ടി മൈക്കിടല്ലേ മാനത്തോടെ നടത്തിടല്ലേ കാതിരുന്ന ചൊന്നതെല്ലാം നേരാണോ നിന്നെ മാത്രമോർത്തിരുന്ന് കനവുകൾ കോർത്തെടുത്ത് കാത്തിരിക്കും നാടൻ പെണ്ണാണ് അഴകെ ചാങ്കുരയ്ക്കണ ചോദ്യമിതെന്തേ നീ എനിക്കണോ രാജ്യമെന്തേ നമ്മൾ രണ്ടും രണ്ടായെന്ന ലോകം തീരില്ലേ നാടറിഞ്ഞൊരു താലിയും കെട്ടി കയ്യിൽ കൂടെ കൂട്ടും ഞാൻ ചന്തമേ സൂപ്പർ സൂപ്പർ. ഓ പാട്ടിടുന്നുണ്ടോ നമ്മുടെ ഉണ്ണിക്കുട്ട? ഉണ്ണിക്കുട്ട എന്തൊക്കെയുണ്ട് ഉണ്ണിക്കുട്ട വിശേഷങ്ങള്? പറഞ്ഞേ. മഴ പെയ്തോ? നമ്മളിന്ന് പറമ്പി പോയില്ലായിരുന്നോ? എന്തിനാ കരഞ്ഞേ? തോട്ടി പോയിട്ട് കുളിക്കണമെന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലായിരുന്നു ഉണ്ണിക്കുട്ടന്. അല്ല ഉണ്ണിക്കുട്ട, ഇന്ന് നമുക്ക് പറമ്പിൽ എന്താ സാധനം കിട്ടിയേ? ഇന്ന് നമുക്ക് കൂണ് കിട്ടിയല്ലേ? ഒത്തിരി കൂണ് കിട്ടിയില്ലേ? ഒരു കൂട് നിറച്ചും കൂണ് കിട്ടി. എന്റെ ഉണ്ണിക്കുട്ടൻ കൂണ് കറി വെച്ച് കഴിച്ചോ? ഒത്തിരി ചോറുണ്ടോ? അറിഞ്ഞോ? അപ്പൊ ഉണ്ണിക്കുട്ടൻ വയർ നിറച്ച് കൂണൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ടോ അല്ലേ ഉണ്ണിക്കുട്ട? ബാക്കിന് പാടാതെ പാടുണ്ണി. ബാക്കി പാട്. ഇതെന്ത് പാട്ടാടാ? കൊള്ളാട്ടോ. എന്ത് മാളികപ്പുറം പിണങ്ങി ഞങ്ങളോട്. മാളികപ്പുറം ഇത് എന്നാ കഴിക്കുന്നേ? കടലമിഠായി അല്ലേ? ആരാ മേടിച്ചത്? എപ്പോഴ്? ഏത് ചേട്ടായി? ചേട്ടായുടെ പേരെന്നാ? അപ്പൊ നിങ്ങളെല്ലാവരും പുതിയ കളറൊക്കെ മേടിച്ചോ? ഞങ്ങളിതാ പുതിയ കളർ മേടിച്ചാണ്. അതിൽ തന്നെ ഇതൊക്കെ ഇത് ആരിങ്ങനെ കാണിച്ചതെന്ന് അറിയത്തില്ല. കണ്ടോ വരച്ചിട്ടേക്കണം. ഇതാ ഇവിടെ ഓർണതാ പറിച്ചെടുത്തേക്കണം. പുതിയ കളർ ഇട്ടിട്ട് എന്താ ഇവിടെ എവിടെയെങ്കിലും വരച്ചിട്ടിട്ടുണ്ടോ നോക്കട്ടെ കേട്ടോ. ഇതുപോലെ കുർത്തം കെട്ടങ്ങള് വേറെ എവിടെയും കാണില്ല. ഇത് ചെയ്താക്കണ്ട. ഇവിടെ നോക്ക്, ഇവിടെ പേന കൊണ്ട് വരച്ചിട്ട് ഇവിടെ ഇത് നല്ല പുതിയ കാലണ്ടർ കേട്ടോ. അതിലെന്തൊക്കെ ചെയ്യുന്നത് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇതെന്താ കളർ ചെയ്ത് പിന്നെ നമുക്ക് മനസ്സിലാവത്തില്ലേ. ഇത് ചെയ്ത ആള് ഇവിടെ തന്നെ ഉണ്ട് കേട്ടോ. ഈ മാളികപ്പുറമാണ് നമ്മുടെ ചെയ്ത ആള്. അപ്പൊ ഉണ്ണിക്കൂട്ടൻ എന്താ തലങ്ങനൊക്കെ വെച്ച് കളിക്കുകയാണ്. മൊത്തം അടിയാണ് കേട്ടോ ഇവിടെ ഇരുന്നോണ്ട്. ഭയങ്കര അടി അവിടെ. അടങ്ങിട്ട് അടങ്ങിയിരുന്നേ. മതി 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 മതി.
ഇന്ന് നല്ലൊരു അടിപൊളി ഒരു മഴയാട്ടോ ഇന്ന് പെയ്തത്. നല്ല സൂപ്പർ മഴയായിരുന്നേ. അപ്പം നമ്മുടെ നോക്കിയാൽ മഞ്ഞ് ഒക്കെ മൂടിയ നമ്മുടെ മലയൊക്കെ മഞ്ഞൊക്കെ മൂടാൻ തുടങ്ങി. നല്ല അടിപൊളി ഒരു പ്രകൃതി തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഈ ഫോണിൽ പോലെ ഒന്നല്ല, നേരിട്ട് കാണുമ്പോൾ എന്ത് രസമെന്ന് പറയാം. എനിക്ക് മഞ്ഞൊക്കെ അങ്ങ് മൂടി 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 അങ്ങ് വന്നേക്കുവാണേ. സൂപ്പറായിട്ട് ഇങ്ങനെ കണ്ടിരിക്കാനായിട്ട്. അവിടെ കുറേ കിളികളൊക്കെ പറക്കുന്നുണ്ട്. പക്ഷേ ഈ ഫോണിൽ അങ്ങനെ വ്യക്തമായിട്ടൊന്നും കാണുന്നില്ലേ. അപ്പം ഞാനിന്ന് നല്ല ടിപ്സിൻ്റെ വീഡിയോ ഒക്കെ ഇടാലോ, നല്ല നല്ല എന്തെങ്കിലുമൊക്കെ വീഡിയോസൊക്കെ ഇടാലോ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഉച്ച കഴിഞ്ഞ് ഇങ്ങനത്തെ ഒരു മഴ പെയ്തതല്ലോ. അപ്പം രാവിലെ നല്ല തിരക്കായിരുന്നു, ഞായറാഴ്ച ആണല്ലോ, നല്ല തിരക്കൊക്കെ ആയിരുന്നു. പക്ഷേ ഉച്ച കഴിഞ്ഞ് മഴ വന്നപ്പം നമ്മുടെ വീഡിയോസ് എല്ലാം പൊളിഞ്ഞു. മഴ കാരണം നമുക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ എനിക്ക് ഇടയ്ക്കൊരു മടിയും കൂടെ വന്നു കേട്ടോ. അതൊക്കെ ആയിരുന്നു. അപ്പം നമ്മുടെ ഇതായിരുന്നു, എന്താണ്, മന്ദാരമാണ് കേട്ടോ. വയലറ്റ് കളറുള്ള മന്ദാരമാണേ. ആ പൂവാട്ടോ ഇവിടെ വീണ് കിടക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും വയലറ്റ് കളറുള്ള മന്ദാര പൂച്ചെടി കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഇവിടെ വെള്ളയുണ്ട്, വയലറ്റ് കളറുണ്ട്. അപ്പോൾ ഇത് വയലറ്റ് കളറുള്ള മന്ദാരമാണ്. നമ്മുടെ വീടിൻ്റെ മുൻവശമായിട്ടുള്ള വെള്ള കളറുള്ള മന്ദാരം ഉണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇത് ഞാൻ പറഞ്ഞില്ലേ, പഴുതാരച്ചെടി എന്നൊക്കെ ഞാൻ പറയാറില്ലേ, മുറിവിനൊക്കെ എന്തെങ്കിലും വിഷമൊക്കെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും വിഷം എങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചെടി അങ്ങ് അരച്ചങ്ങ് തേച്ചാൽ മതി എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആ ഒരു ചെടി അമ്മ ഇവിടെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നട്ട് വളർത്തിയൊക്കെ അമ്മയാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു ചെടി കാണാൻ എന്ത് ഭംഗിയെന്ന് നോക്കിക്കേ. ഇത് ഡിസംബർ മാസത്തിൽ പൂക്കുന്ന കേട്ടോ. നല്ല രസമാണ്. നല്ലോണം ചെടിയാണ്, പൂക്കളാവട്ടോ. എന്നൊക്കെ ഇപ്പം തന്നെ പൂ വിരിഞ്ഞിരിക്കണ കണ്ടോ. ഇത് നല്ലോണം വളരുവേ, നല്ല ഭംഗിയാണ് കാണാൻ. ഈ സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതാണ് ചുണ്ടങ്ങ. ചുണ്ടങ്ങ ആർക്കെങ്കിലും ഇഷ്ടമാണോ? എനിക്കിഷ്ടമാണ് കേട്ടോ. ഈ പട്ടാണിക്കടല പോലെ ഇരിക്കുവേ, അതായത് ഗ്രീൻ പീസ് ഇല്ലേ, ഗ്രീൻ പീസ്, ആ കറി പോലെ ഇരിക്കും കേട്ടോ. പിന്നെ ഇവിടെ നോക്കിയേ ജമന്തിപ്പൂവുണ്ട്. ഇതൊക്കെ നോക്കി വെള്ളം, മഴ പെയ്തുകൊണ്ടേ പൂവെല്ലാം വെള്ളം കുടിച്ചാട്ടിരിക്കുന്നത്. ഇവിടെ ഒത്തിരി ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ശംഖുപുഷ്പം തന്നെ ഒരുപാട് കാട് പോലെ വളർന്നതായിരുന്നേ. ഇവിടെ റോസ ഉണ്ടായിരുന്നു. ആ റോസയുടെ മുകളിലേക്ക് ശംഖുപുഷ്പം അങ്ങ് വളർന്നിട്ട് കാട് പോലെ പിടിച്ചു. എന്നിട്ട് അമ്മ അത് വെട്ടിക്കളഞ്ഞു കേട്ടോ. ശംഖുപുഷ്പം വേഗം ആവുന്ന ചെടിയാണല്ലോ, പെട്ടെന്ന് തന്നെ വളർന്നോളും. അതുകൊണ്ട് അത് വെട്ടിക്കളഞ്ഞേ. ഇനിയിപ്പോൾ 2 ദിവസം മഴ പെയ്യുമ്പോഴത്തേക്കും ചെടികളൊക്കെ ഓരോന്നോരോന്നൊക്കെ മുളയ്ക്കാൻ തുടങ്ങും. ഇത് നമ്മുടെ ചീരയാണ് കേട്ടോ. ഞാനിതിനെ കറിവേപ്പ് ചീര എന്നൊക്കെ പറയും. ചിലയിടത്തിന് പ്രഷർ ചീര, മൈസൂർ ചീര, അങ്ങനെയൊക്കെ പേരുകൾ. ഇനി ഒരുപാട് പേരുകളുണ്ടെന്ന് പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ കറിവേപ്പ് ചീര എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഞാനും ആ രീതിയിൽ തന്നെ പറഞ്ഞെന്നുള്ളൂ കേട്ടോ. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് ഗുണങ്ങളൊക്കെ ഉള്ള ചീരയാണ്. പക്ഷേ ഇതിന് വലിയൊരു ദോഷമുണ്ട്. അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആസ്മ രോഗികൾക്ക് ഈ ചീര കഴിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ആസ്മ രോഗം വരും എന്നാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. അത് എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയത്തില്ലേ. എന്തായാലും എനിക്ക് ആസ്മ, അങ്ങനത്തെ ശ്വാസം മുട്ടൽ അസുഖങ്ങളൊന്നും ഇല്ല കേട്ടോ. അന്ന് ഞങ്ങൾ കഴിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ പ്രത്യേകിച്ച് ചെടികളൊന്നും ഇല്ലെന്നേ. പിന്നെ ഇത് കൊടകൻ. ഇതാട്ടോ കൊടകൻ എന്ന് പറയുന്ന ചെടി. ഇത് ഒത്തിരി വളർന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ പണ്ട് ബ്രഹ്മി ഉണ്ടായിരുന്നേ. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്ന ഇടയ്ക്ക് അമ്മയുടെ ബ്രഹ്മിയൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടായിരുന്നു ഇവിടെ ചെടി, കുഞ്ഞു കുഞ്ഞ് ഇലകളുള്ള. ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ടായില്ല ആ ചെടി എങ്ങനെയൊക്കെയോ മാഞ്ഞു പോയിട്ടോ. അതൊക്കെ നമ്മൾ ശരിക്കും നോക്കിയില്ലെങ്കിൽ പെട്ടെന്ന് പോകും. ഇതാ ശംഖുപുഷ്പം. ഈ ശംഖുപുഷ്പം വെള്ളം തിളപ്പിച്ച് കുടിക്കാറുണ്ട് കേട്ടോ. നല്ലതാണ്, വെയിറ്റ് ലോസിനൊക്കെ നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ 1-2 തവണയൊക്കെ കുടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങ് കുടിച്ചിട്ടൊന്നുമില്ലേ. എനിക്ക് 2 തവണ കുടിച്ചാലും നമുക്ക് അതിൻ്റെ ഡിഫറൻസ് ഒന്നും മനസ്സിലാവില്ല. നമ്മൾ കുടിക്കണമല്ലോ. എൻ്റെ വെയിറ്റ് ലോസിൻ്റെ പ്രധാനപ്പെട്ട സാധനം ജീരക വെള്ളം, ഗ്രീൻ ടീ, അങ്ങനെ ഐറ്റംസുകളൊക്കെയാണ്. ഇപ്പം ഞാൻ അതൊന്നും കുടിക്കാറില്ല കേട്ടോ. ഇപ്പം മെലിഞ്ഞതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ കുടിക്കാറില്ലേ. മെലിഞ്ഞതുകൊണ്ട് ഇപ്പോൾ എല്ലാവരും ഞാൻ വഴക്ക് കേൾക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ കുറച്ച് ചോറൊക്കെ കഴിക്കാൻ തുടങ്ങി. അമ്പടാ, അവനെപ്പോഴാ എൻ്റെ ഇടയ്ക്കൂടെ പോയത്? ഒരു പട്ടിക്കുട്ടി കേട്ടോ. ഞാൻ കണ്ടില്ല കേട്ടോ അവൻ ഈ വഴി പോയത്. അടുത്ത വീട്ടിലെ പട്ടിക്കുട്ടിയാണ്. ഇത് കീഴാർനെല്ലി കണ്ടോ. നമ്മുടെ നാട്ടിൻപുറത്ത് എന്തൊക്കെ ഔഷധസസ്യങ്ങളല്ലേ ഉള്ളത്. നമ്മുടെ പട്ടണത്തിലൊക്കെ പോയാൽ ഇതുപോലത്തുള്ള
അന്തരീക്ഷമൊക്കെ ഒന്ന് കാണാൻ പറ്റുമോ അല്ലേ? ഇതുപോലെ സസ്യങ്ങളൊക്കെ കാണാൻ പറ്റുമോ? എവിടെ. അപ്പോൾ ദാ മഴ സൂപ്പറായിട്ട് പെയ്യുന്നുണ്ട്. ഞാനിതൊരു ചെറിയൊരു കുടയൊക്കെ ചൂടി അങ്ങ് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വിശേഷം, പിള്ളേരുടെ കുഞ്ഞു പാട്ടും പരിപാടികളും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാവേ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ആൻഡ് ടാറ്റ ബേബി.